ഞാനേ നിങ്ങളെല്ലാവരും സ്കൂളിൽ ചേർക്കാൻ പോവാ. റെഡിയാണോ? റെഡിയാണെങ്കിൽ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അടുത്ത ഐറ്റം ദാ പിടിച്ചോ. വേദിയിലെത്തുന്നു നമ്മുടെ സ്വന്തം രാജ്മോഹൻ ചേട്ടൻ, വിഷു ചേട്ടൻ ആൻഡ് അഭിലാഷ് മല്ലിശ്ശേരി. നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരേ. ഹലോ മിസ്റ്റർ ഫെർണാണ്ടസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മകനെ എൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ മലയാളം പോലും നേരെ ചൊവ്വേ വായിക്കാൻ ആ ചെറുക്കൻ അറിയില്ലായിരുന്നു. ആ ചെറുക്കൻ ഇപ്പൊ തൻ്റെ മുഖത്ത് നോക്കി ഇംഗ്ലീഷിൽ തെറി പറയുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ഇമ്പ്രൂവ്മെന്റ് ആണ്. ഉറുമ്പ് കടിച്ചെന്നല്ല പറഞ്ഞത്, അവൻ്റെ ഇമ്പ്രൂവ്മെന്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് അഭിമാന നേട്ടമാണ്. എൻ്റെ സ്കൂളിനും അഭിമാന നേട്ടമാണ്. ഒന്ന് വെക്കണോ, തന്നോട് സംസാരിച്ച് സമയം കളയാൻ എനിക്കില്ല കേട്ടോ. പണ്ട് ഇവനവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോ പേര് രായപ്പൻ എന്നായിരുന്നു. അമേരിക്ക പോയി 10 കാശുണ്ടാക്കിയപ്പോ ഫെർണാണ്ടസ് എന്നും. എന്നാലും ഞാൻ എൻ്റെ ഫോണിൽ ഇവന്റെ പേര് രായപ്പൻ എന്ന് തന്നെ സേവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു സുഖമൊന്നും വേറെതാ. എന്നോടാ കളി. എന്നെ മനസ്സിലായോ? ഇല്ലല്ലേ? ഞാനാണ് ഈ സ്കൂളിന്റെ മാനേജർ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ഞാൻ നല്ല മിടുക്കനായിരുന്നു. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, 3ാം ക്ലാസ്സിൽ 7 കൊല്ലമാണ് സാറന്മാർ എന്നെ തോപ്പിച്ചത്. എന്താന്ന് പറ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. വിജിക്കുട്ടന് മനസ്സിലായോ? ഇംഗ്ലീഷ് സ്വല്പം മീഡിയത്തിലായിരുന്നു ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, എന്നെ 7 കൊല്ലമാണ് ഇവർ തോപ്പിച്ചത്. അന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. എന്നെങ്കിലും എൻ്റെ ഈ കാശുണ്ടായി കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഞാൻ സ്വന്തമായിട്ട് കെട്ടുവന്നു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. അന്ന് ഞാൻ പഠിച്ചു തോറ്റില്ലേ, ആ സ്കൂളായത്. അത് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച് പണ്ട് എന്നെ എടാന്ന് വിളിച്ച് അന്ന് അവിടെ പഠിപ്പിച്ച ഓരോ സാറന്മാരും ഇന്ന് എന്നെ സാറേ സാറേ എന്ന് വിളിച്ചെന്റെ പുറകെ നടക്കുവാണ്. അതിന്റെ സുഖം ഒന്ന് വേറെതാ. അന്നൊരു കണക്ക് സാറുണ്ടായിരുന്നു അവിടെ. അയാൾക്ക് എന്നെ എവിടെ വെച്ച് കണ്ടാലും ചൂരൽ എന്റെ ചന്തി കടിക്കണം. സംഭവം അയാളുടെ മകനെയാണ് ഞാനിവിടെ അക്കൗണ്ടന്റായിട്ട് നിയമിച്ചേക്കുന്നത്. അയാളെ ഓർക്കുമ്പോൾ അവന്റെ മുഖത്തൊക്കെ കണക്കിന് ഞാൻ നല്ല തെറിയാ പറയുന്നത്. ഇതൊക്കെയാണേലും സാധാരണക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാനാണ് ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നും 15 ലക്ഷം രൂപയിൽ കൂടുതൽ 1 രൂപ ഞാൻ മേടിക്കാറില്ല. അമ്മയാണ് സത്യം. ശാന്ത ടീച്ചർ വന്നിട്ട് 3-4 ദിവസമായല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. ഈ കറങ്ങുന്ന കസേരയായിരുന്നു വിളിക്കാം. കറക്കാൻ പറ്റുമോന്ന് അറിയണമല്ലോ. ഹലോ, ശാന്ത ടീച്ചർ. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി, മൊത്തം പേർക്കും കൊതിയായി. പുസ്തകമങ്ങനെ തിന്നുമടുത്ത് മസ്തിഷ്കത്തിൽ ചതലായി, മൊത്തം പേർക്കും പ്രാന്തായി. ഇങ്ങനെ ബഹളം വെക്കല്ലേ ഇവിടെ. ഈ സ്കൂള് കണ്ടോ നീ? കണ്ട്. വലിയ മുട്ട സ്കൂളാ. ഭയങ്കര പഠിപ്പില്ല ഇവിടെ. ഇവിടെ മാവും പ്ലാവും ഒന്നും കാണുന്നില്ലല്ലോ. മാവും പ്ലാവും എത്രടാ? എനിക്ക് മാങ്ങയും ചക്കയൊക്കെ ഇടണം. അതൊക്കെ എനിക്ക് വേണം. പിള്ളേരിക്കുന്നത് തുപ്പിയൊക്കെ വേണം. അങ്ങനൊന്നും ചെയ്യരുത്. ഇത് നിന്റെ പഴയ സ്കൂളല്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ. വലിയ സ്കൂളാ ഇത് കേട്ടോ. പിന്നെ നിന്നെ ഇവിടെ ചേർക്കാതെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ എന്റെ അമ്മ എന്നെ തല്ലിച്ചാടിക്കും. അതെന്നും കിട്ടുന്നില്ലയോ? പിന്നെ അച്ഛൻ പഠിപ്പിച്ചു തന്ന ഇംഗ്ലീഷൊക്കെ അമ്മ പഠിച്ചിട്ടുണ്ടല്ലോ. അത് സാറ് ചോദിക്കുന്ന പറഞ്ഞുണ്ടല്ലോ, നല്ല പടക്കം പൊട്ടുന്ന പോലെ പറയണം കേട്ടോ. അതുകൊണ്ടായിരിക്കുന്ന നിന്റെ മാഷ് കേട്ടോ. ഇത് അച്ഛനല്ലേ പറഞ്ഞ പടക്കം പൊട്ടുന്ന പോലെ പറയാം. ഇപ്പൊ പൊട്ടിക്കല്ലേ, സാറ് ചോദിക്കുമ്പോ പൊട്ടിച്ചാ മതി കേട്ടോ. പിന്നെ അച്ഛാ അവിടെ ചെല്ലുമ്പോഴേ മറ്റേ ഫോം ആദ്യം ഫില്ല് ചെയ്യണേ. ഏത് ഫോം? കഞ്ഞിയും പയറും കിട്ടുന്നത്. ഇവിടെ കഞ്ഞിയും പയറും ഇല്ലടാ കൊച്ചേ. വീട്ടിൽ പോമ്പാ. ഇവിടെ കഞ്ഞിയും പയറും അല്ല, ഇവിടെ പാലും മുട്ടയോ. അതിന്റെ ഇത് ഫില്ല് ചെയ്യും പെട്ടെന്ന്. അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് തരാം കേട്ടോ. പിന്നെ മോനൊരു കാര്യം ചെയ്യണം. ഞാൻ മാഷിനെ പോയി കണ്ട് സംസാരിച്ച് എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേന് മോൻ നാണ്ട അവിടെ കണ്ടോ, അവിടെ പിള്ളേർ കളിക്കുന്ന ഈ ആനയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ച അത് തന്നെ. അവിടെ ചെന്ന് കളിക്കാൻ മറ്റുള്ള പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കരുത് കേട്ടോ. എല്ലാം ശരിയായി കഴിയുമ്പോൾ മോനെ ഞാൻ വിളിക്കാം. അന്നേരം വന്നാൽ മതി. പോയോ? എന്റെ അമ്മച്ചാണ് ശാന്ത ചേച്ചി ഇങ്ങോട്ട് വിളിച്ചേ.
ആരാ? ഉത്തമൻ. ഇടുക്കനൊരു സ്വപ്നം കണ്ടോണ്ടിരുന്ന എന്നെ വന്ന് പേടിപ്പിച്ചിട്ട് പറയാ ഉത്തമനാന്ന്. നീ ചത്തവനാടാ. സത്യം പറ, ആരാ? ആരാന്ന്? ഞാൻ അത്യാവശ്യം ഒരു പാവം പിടിച്ചവനാ. എന്റെ ഭഗവാനെ, ബാബാ സുരേഷ് പോലും അത്യാവശ്യത്തിന് പാമ്പിനെ പിടിക്കുന്നു. എന്നിട്ട് ഇവൻ പറയുവാണ് അത്യാവശ്യത്തിന് പാമ്പിനെ പിടിച്ച് നടക്കുക. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാണ് അത്യാവശ്യത്തിന് പാമ്പിനെ പിടിക്കുന്ന കാര്യമൊക്കെ ഇവിടെ കയറി വന്ന് പറയുന്നത്? അയ്യോ, പാമ്പിനെ പിടിക്കുന്ന പല്ലിയെ പിടിക്കുന്ന കാര്യമല്ല. പിന്നെ എന്തുവാണോ പറഞ്ഞത്? ഞാനൊരു പാവം പിടിച്ചവനാന്ന് പറഞ്ഞതാ. അത്യാവശ്യത്തിന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോടാ അത്യാവശ്യത്തിന് പാവം പിടിച്ചവനാവാൻ? എന്റെ മാഷേ. മാഷോ? മാഷെന്നോ? ഏതെങ്കിലും വിദ്യാലയത്തിൽ പോയി വിളിക്കണം മാഷെന്ന്. ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ. ഇവിടെ മാഷെന്ന് വിളിക്കാൻ പാടില്ല. എന്നാ എന്റെ മാസ്റ്ററെ. മാസ്റ്ററോ? ഞാനെന്തോടാ ഇവിടെ കുമ്പവും കളരി നടത്തുവാണോ മാസ്റ്റർ എന്ന് വിളിക്കാൻ? എന്നാ പിന്നെ എന്റെ പൊന്നളിയ ഒരു കാര്യം. അളിയനോ? എന്തോ ചെയ്യാനാന്ന് പറ. എടോ, call me sir. എന്റെ കോൾമീ സാറേ, ഞാൻ വന്നതേ എന്റെ കൊച്ചിനെ ഇവിടെ ചേർപ്പിക്കാനാ. എന്റെ ചെറുക്കൻ എന്താ അകന്നിരിക്കുവായിരുന്നു ഇത്ര ചേർപ്പിച്ചു വെക്കാം? അയ്യോ, അതല്ല. പിന്നെ എന്റെ കൊച്ചിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വന്നാന്ന്. അഡ്മിഷൻ എന്ന് പറയുവാ? ആ, അതാണ് സാധനം. അതുപോലും പറയാൻ അറിയാതെ രാവിലെ ഒരുങ്ങിക്കെട്ടി വന്നേക്കോ ചെറുക്കനെ സ്കൂളിൽ ചേർക്കാൻ. നിന്റെ വീടെവിടാ? തവളപ്പാറ. തവള പാറപ്പുറത്ത് ഇരിക്കുവോ തോട്ടിക്കിടന്ന് നിന്നു? അത് തവളയുടെ ഇഷ്ടം. ഞാൻ ചോദിച്ചത് തന്റെ വീടെവിടാന്ന്. എന്റെ സാറേ, എന്റെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് തവളപ്പാറ. അവിടെ ഒരു 4 തൂണിന്റെ പുറത്ത് ഇരിക്കുക. തവളയോ? തവളയല്ല, എന്റെ വീട്. 4 തൂണെ വീട് കെട്ടി വെച്ചിട്ടാ 15 ലക്ഷം രൂപ വിലയുള്ള സീറ്റിന് വന്നേക്കുന്നു. ഇവനൊക്കെ ഏത് കിഴങ്ങനാന്നറിയത്തില്ല, രാവിലെ കയറി വന്നേക്കോ മനുഷ്യനെ മെനക്കെടുത്ത. ഇതെന്താ ഇങ്ങനെ മുണ്ടെടുത്തിരിക്കുന്നേ? ഞാൻ പാവം പഠിച്ചവനാന്നല്ലോ. എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം. പറ. അപ്പാ, ആ. താനിപ്പൊ തന്റെ മോനെ ചേർക്കാൻ വന്നിരിക്കുന്ന സീറ്റിന് 15 ലക്ഷം രൂപ വിലയാ. എന്നെ തമ്പുരാനെ, എന്റെ പൊന്നു സാറേ, ഈ 15 ലക്ഷം രൂപയുടെ സീറ്റായാലൊന്നും ഇരുത്തി എന്റെ കൊച്ചിനെ പഠിപ്പിക്കണ്ട. അവനെ സ്കൂളിലോട്ട് വിടുന്ന ഞാനൊരു പ്ലാസ്റ്റിക് കേസാരെ കൊടുത്തു വിടാം. അതിൽ ഇരുത്തി പഠിപ്പിച്ചാൽ മതി. പ്രശ്നം അങ്ങ് തീർന്നല്ലോ. എടോ, താൻ എന്തോ പറഞ്ഞ? അതല്ല പറഞ്ഞത്. ഈ സ്കൂളിനൊരു ഡിമാൻഡ് ഉണ്ട്. ഈ സ്കൂളിന്റെ ഡിമാൻഡ് അനുസരിച്ചാ ഞാൻ സീറ്റുകൾക്ക് പൈസ കൂട്ടുന്നത്. മനസ്സിലായോ? ഈ സീറ്റിന് വേണ്ടി പിടിയും വലിയും നടന്നുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചോദിക്ക്. ഇത് ശരിക്കും മന്ത്രിസഭയാണോ അതോ സ്കൂളാണോ? മന്ത്രിസഭ? പിന്നെ ഒരു സീറ്റിന് വേണ്ടി ഇത്രയും പേര് കിടന്ന് അടിപിടി ഉണ്ടാവുന്നത് ഞാൻ ആദ്യം ഈ ടിവിയിലൊക്കെ മന്ത്രിസഭയിലെ കണ്ടിട്ടുള്ളൂ. എടാ, അതല്ല പറഞ്ഞത്. പിന്നെന്തുവാ പറഞ്ഞത്? ഈ സീറ്റിന്റെ ഡിമാൻഡാ പറഞ്ഞത്, അല്ല മന്ത്രിസഭയുടെ കാര്യമല്ല പറഞ്ഞത്. ഇതേ CBC സ്കൂളാ. ഞാനൊരു സാധാരണക്കാരനാണ്, പാവം പഠിച്ചവനാണ്, എഴുത്തും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ആളാണ്. അതിന് സാറിനെ പോലെ ഒരാളെ ഇങ്ങനെ തിരുത്തുക എന്ന് പറയുന്നത് നമ്മൾ ശരിയല്ല. കാരണം ഇത്രയും അധ്യാഭ്യാസവും അറിവുള്ള ഒരാളെ നമ്മൾ തിരുത്തുന്നെന്ന് പറയുന്നത് ശരിയല്ല. എന്താണ് സാറ് ഈ ഇപ്പം എന്തോ പറഞ്ഞേ? CBC. ആ, അപ്പൊ നമ്മൾ എഴുതി പഠിക്കുമ്പോ ABC എന്നല്ലോ എഴുതുന്നേ. ഇത് തെറ്റല്ലയോ സാറ്? അപ്പൊ ഞാൻ തിരുത്തിയെന്ന് നാട്ടുകാർ ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ സാറിന് അതിന്റെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എടോ വാഴക്കാ മോറ, ഞാൻ പറഞ്ഞു ഈ പൂച്ചാക്കൽ പുരുഷൻ ആരാണെന്ന് നിനക്ക് അറിയാമായത്തോണ്ടാണ്. CBC എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പറഞ്ഞിരിക്കുക. എന്തുവാണ് CBC? എന്തുവാ സാറേ CBC? ഓ, ഇനി അത് ഞാൻ പറഞ്ഞു തരണം. അതങ്ങ് തന്റെ മനസ്സിൽ വെച്ചാ മതി. CBC എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട്. പിന്നെ സാർ ഇങ്ങനെയൊക്കെ ഈ ചൂടായി എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ? എന്നെ ഇതുവരെ മനസ്സിലാക്കാത്തോണ്ടാ. അയ്യോ, ആരായിരുന്നു? മറ്റേ മെമ്പർ പറഞ്ഞു വിട്ടെ. തവളപ്പാറയിലെ മെമ്പർ പറഞ്ഞ ആള്. മെമ്പറിനെ ഒന്ന് വിളിക്കണം എനിക്ക്. എന്തിനാ സാറേ? ഇതുപോലത്തെ ക്ലാപ്പന്മാരെയൊക്കെ രാവിലെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്. എടോ, ഞാൻ അതും ഇതൊക്കെ വിട്. തന്റെ മോനെ ചേർക്കണല്ലേ പറഞ്ഞത്? ചേർക്കണം. അട്ടാ ചെറുക്കൻ എവിടെ? അവൻ പിള്ളേരോട് കളിക്കാൻ പോയെന്നാ പറഞ്ഞു. ആ വിളി. ചെറുക്കനെ പോയി വിളിക്കണോ? അവനെ പോയി വിളിക്കാൻ. വീട്ടിൽ പോ. മെമ്പറെ ഒന്ന് വിളിക്കണമല്ലോ. തവളപ്പാറ മെമ്പർ രാവിലെ മനുഷ്യനെ ഒരു കുന്തം കിട്ടുമോ? എന്നെ കുത്തി നിർത്താനല്ല, പിന്നെ ചെറുക്കനെ വിളിച്ചോണ്ട് വരാനാ. കുന്തത്തിൽ കയറി വരാൻ തന്റെ മകൻ ലുട്ടാപ്പിയാന്നുള്ളൂ. പിന്നെ അവന് പിള്ളേരിന്ന് കളിക്കുന്നിടത്തെ വലിയ ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ? ആനയുടെ അകത്തൂടെ കയറി ഇങ്ങനെ ഇറങ്ങുന്നേ. ഇവൻ ആനക്കകത്ത് കയറി ഇറങ്ങി വരാൻ പറ്റാതെ അതിനകത്ത് കുടുങ്ങിയിരിക്കുന്നു. 2 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ വെച്ച ആന അതെങ്ങാനും കുരുങ്ങിയത്. ഫയർ സ്പോർട്സിനെ വിളി. ഫയർ സ്പോർട്സിനെ വിളി. ഒരു കോടാലി കിട്ടുമോ? താൻ രാവിലെ വന്നപ്പോ മുതലേ എനിക്ക് കോടാലിയാണ്. ഇനി കോടാലി? ആനയെ വെട്ടിപ്പൊളിച്ചെന്റെ കൊച്ചിനെ ആനയെങ്ങാനും വെട്ടിപ്പൊളിച്ചാ തന്നെ ഇവിടിട്ട് ഞാൻ വെട്ടിപ്പൂട്ടും. 2 ലക്ഷം രൂപ മുടക്കി ഞാൻ മേടിച്ച് വെച്ച ആന നീ വെട്ടിപ്പൊളിച്ചാൽ എന്റെ സ്വഭാവം മാറും. എന്റെ 2 ലക്ഷം രൂപ പോയി. എനിക്ക് എന്റെ കുഞ്ഞാ വലുത്. എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ സത്യമായിട്ട് ഈ പള്ളിക്കൂടം ഞാൻ കത്തിക്കും. എന്റെ പള്ളിക്കൂടം കത്തിക്കാൻ വന്നേക്കുന്നേ. അയ്യോ ഓടിവായ. സാറേ ഓടിവായോ?
സാറേ ഓടി വാ സാറേ, ഇത്രയും കിട്ടി, ബാക്കിയെല്ലാം ഞാൻ അടിച്ചു പൊട്ടിച്ചു. തല അടിച്ചു പൊട്ടിക്കാൻ ഒരു പേടി, കുഞ്ഞിന്റെ തല അതിനകത്ത് കയറിയിരിക്കും. സാറേ പിടി സാറേ, പിടിക്കും സാറേ. സാറേ ആന എന്നെ പിടിച്ചു തിന്നച്ചാ. കാര്യം നീ പറയല്ലേ സാറേ. ഇതാണ് എൻ്റെ മോൻ കൊച്ചു വാവ. അത് അച്ഛനായോണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവനോടൊരു വലിയ കോട്ടുവായി ഇടാൻ പറ, അപ്പ അറിയാം. എൻ്റെ മോന്റെ പേരാ കൊച്ചു വാവ. ഓ, ചെറുക്കന്റെ പേരാ കൊച്ചുവാവ. ഇവനാണ് മകൻ. ഓ മോനെ, ഇങ്ങോട്ട് മാറി നിൽക്കും മോനെ. കൊച്ചുവാവ അല്ലേ? ഇങ്ങോട്ട് വാ. ചോദിക്കട്ടെ. സാർ പറയുന്ന എല്ലാം അങ്ങോട്ട് കൃത്യമായിട്ട് മാറാടുന്നു. ഓ പറഞ്ഞു കൊടുക്കും കുഞ്ഞിന് പറഞ്ഞു. സ്കില്ലുണ്ടോ? ആ, ഇങ്ങോട്ട് വന്നപ്പോ അച്ഛൻ മേടിച്ചു തന്നു. എന്ത് സ്കെയില്? സ്കെയിലെന്നല്ല ചോദിച്ചത്. പിന്നെ മോൻ എന്തേലും സ്കില്ലുണ്ടോന്നുണ്ടോ? സ്കില്ലെന്ന് ചോദിക്കുമ്പോ സ്കെയിലെന്ന് പറയുന്ന തന്റെ മകനെ എന്റെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനിപ്പോ അറിയത്തില്ല, അവൻ കൊച്ചിറക്കില്ലയോ. എടാ, സ്കില്ലിന്റെ അർത്ഥം പോലും എനിക്ക് പോലും അറിയത്തില്ലല്ലോ. സാറിനൊന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ സ്കില്ലിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. സ്കില്ല് എന്തുവാ? സ്കൂളിലെ മാനേജറായ ഞാൻ സ്കില്ലിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം പോലും. പറഞ്ഞു കൊടുക്ക് സാറേ. കുഞ്ഞിന് മനസ്സിലാകാത്തോണ്ടല്ലേ അവൻ സ്കെയിലൊക്കെ എടുത്ത് കാണിച്ചേ. അറിയത്തില്ലല്ലോ. പിന്നെ 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 സ്കൂളിന്റെ മാനേജറായ ഞാൻ അല്ലെ തേളിലും പറ്റി ഇങ്ങനെ കിടന്ന് കുലുങ്ങ. സ്കില്ലിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം അവൻ പോലും. പറഞ്ഞു കൊടുത്താലല്ലേ സ്കൂളിന്റെ മാനേജറായ ഞാൻ സ്കില്ലിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. ഇതൊന്ന് പറഞ്ഞു കൊടുക്ക. വരുന്നല്ലോ ഇവിടെ. ആരാ അത്? മോനെ അമ്മച്ചി തിരക്കി. അമ്മച്ചി, അമ്മ അമ്മ മോനെ പോട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ നേരമായി. ഇനി അവള് വല്ലതും തിരക്കി വരുവാന്ന്. സ്കില്ല് കഴിവ് എന്തുവാടോ? എന്തുവാ സ്കില്ലിന്റെ അർത്ഥം? വേണോ? സ്കില്ലിന്റെ അർത്ഥം പോലും അറിയാതെ കയറി വന്നേക്കുവാ. പറ സാറേ. എടോ, സ്കില്ലിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ്. മനസ്സിലായോ? ഉഗ്രനായിട്ട് പടം വരയ്ക്കുവൻ. എടോ, ഇതൊക്കെയാ ആദ്യം വരുമ്പോ പറയേണ്ടത്. പിള്ളേരുടെ കഴിവുകളെ വാർത്തെടുക്കുന്ന പരിപാടിയായിരിക്കും ഇവിടെ. പടം വരയ്ക്കുമെന്ന് പറഞ്ഞാൽ ഇവന്റെ ഒരു പടം കണ്ടുണ്ടല്ലോ. പടം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആഹാ. ഇങ്ങനെ വലിയ രണ്ട് മല വരച്ചു. ഉവ്വ. എന്നിട്ട് അതിന്റെ നടുക്ക് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നു. കൊറേ കാക്ക അത് വഴി പറന്നു പോയി കാണും. എന്നിട്ട് സൈഡിൽ കഴിഞ്ഞൊരു തെങ്ങും വളർന്നു. ആരെങ്ങനെ കണ്ടു? ന്യൂസിൽ വല്ലതും വന്നു. എടാ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആദ്യമായിട്ട് വരക്കുന്ന പടവായത്. ആദ്യ വര അതാണോ തന്റെ മോൻ വരച്ചത്? അയ്യോ, ഇങ്ങോട്ട് വാ. നിന്റെ അച്ഛനെ വഴിന്ന് വല്ലതും കിട്ടിയതാണ്? അല്ല, വീട്ടിൽ നീട്ട്. ഞാനതല്ല ചോദിക്കുന്നത്. മോനെ, ഈ സ്കൂളിൽ പഠിക്കണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. മനസ്സിലായോ? ഈ സ്കൂളിൽ അവാർഡ് കിട്ടിയേക്കുന്നത് എന്തിനാണെന്നറിയാവോ? അച്ചടക്കമുള്ള കുട്ടികൾ ഏറ്റവും കൂടുതലായി പഠിക്കുന്ന ആഹാ, അത് ശരി. പൂച്ചാക്കൽ പുരുഷന്റെ അടുത്താ കളി. ഒറ്റ ഡയലോഗിന് സൈലന്റ് ആയി. അഹങ്കാരികളെ, നിർത്തടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദക്ക് എല്ലാം ക്ലാസ്സിൽ കയറി പോയില്ലെങ്കിൽ എന്നെ തനി കൊണം ഞാൻ കാണിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കുവാ. ഇന്നലെ ബോർഡ് എടുത്ത് കണക്ക് സാറിന്റെ തലയടിച്ച് പൊട്ടിച്ച പോലെയോ, എന്റെ ബെൻസുകാരന്റെ ടയർ കുത്തി കീറിയ പോലെയോ, എന്റെയും ശാന്ത ടീച്ചറിന്റെ പടം ബാത്റൂമിൽ വരച്ചത് പോലെയോ, അത് തേച്ച് തീർന്നപ്പോ 9:30 കേട്ടാ. നിന്റെയൊക്കെ അലപ്പ് കാരണം തൊട്ടടുത്ത് ചന്തയാണ്. ഇന്നലെ 6 പേരെ എന്റെ അടുത്ത് മീൻ മേടിക്കാൻ വന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദ കാണാൻ ഞാനും മര്യാദക്ക് ഇല്ല. നിന്റെയൊക്കെ തൊടയിലെ തൊലിയടിച്ചാൽ കാക്ക കിട്ടുകൊടുക്കും. അഹങ്കാരികൾ അത്രക്കായ. അപ്പോ എന്റെ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അച്ചടക്കം. അതിപ്പോ ഞങ്ങൾ കണ്ടായിരുന്നു. മോനെ, ഇങ്ങോട്ടൊന്ന് വന്നടാ. മോന് ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ അറിയാമോ? അറിയാം. ഒന്ന് പറ. വെടിവെച്ച് കൊല്ലുമല്ലേ? സാറേ സാറേ സാറേ, എന്റെ മോനോട് പറയണം. 2 അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിയാ ഞാൻ. ഇപ്പൊ എന്താണെന്നറിയാം, എണ്ണക്കടി ഒരുപാട് കഴിക്കുമായിരുന്നു. അതുകൊണ്ടല്ല. പിന്നെ ഞാൻ ഈ ചെറുക്കനോട് പറഞ്ഞായിരുന്നു, എന്ത്? 6 പേരിലും ചോദിക്കുവന്ന പടക്കം പൊട്ടുന്ന പോലെ പറയട്ടെ എന്ന്. എന്നാ പിന്നെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് പോയാൽ മതിയായിരുന്നു. അവിടെ എന്തുവാ? പടക്കത്തിന് ഭയങ്കര മാർക്കറ്റാ അവിടെ. ഇങ്ങോട്ട് വാ. അതൊന്നും അല്ല എനിക്ക് അറിയേണ്ടത്. A for ആപ്പിൾ. അടിപൊളി. B for ബിവറേജ്. തെറ്റിപ്പോയി. എന്നാ തെറ്റിപ്പോയെങ്കിൽ തിരുത്തി പറ. B for ബാർ. ബാറോ? എന്തൊക്കെയാണോ ഈ ചെറുക്കൻ പിടിച്ച് പറയുന്നത്? അച്ഛൻ അങ്ങനെ പഠിപ്പിച്ചെന്ന്. എടുക്കാൻ അച്ഛനാ. നിനക്കൊരു അവാർഡ് തരേണ്ടി വരും. B for ബാറോ? ഇതെല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള സ്ഥലങ്ങളില്ലയോ? എടുക്കാൻ പരിപാടി എന്തായാലും കേട്ടോ. കൊള്ളാം.
നിങ്ങളെ മോൻ ഇവിടെ അഡ്മിഷൻ തരാം. ഹെ, കുറെ നേരമായിട്ട് കിടന്ന് ചിലക്കുക. രാവിലെ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യ്. എടോ ഈ ഫോമിനകത്ത് അഡ്രസ് എഴുതാൻ. അഡ്രസ് എടോ അഡ്രസ് എഴുതാ പേനായിരിക്കുന്നത്. കേട്ടോ അതെ, ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. പൂച്ചാക്കൽ പുരുഷനാരാന്ന് ഇപ്പൊ മനസ്സിലായില്ല. മര്യാദക്ക് ഇവിടെ പഠിച്ചാൽ നിനക്ക് കൊള്ളാം. അതല്ലാതെ അഹങ്കാരം കാണിക്കാനാ പണിയൊക്കെ. അറിയാലോ അറിയാലോ അറിയാലോ. മതി മതി. പേപ്പർ നൂട്ടുണ്ടോന്ന് നോക്കുവാന്നു. ഓ തുടച്ചിട്ട് അവിടെ കിടക്കാനുള്ള പരിപാടിയാ. യോ എന്തോ കാണിക്കുക. അല്ല ഇത് നമ്മള് എടോ അഡ്രസ് എഴുതാൻ. നിര കളിക്കുന്നു. എടോ അഡ്രസ് എഴുതണോ താൻ? എഴുതണം, പറഞ്ഞാ പോരെ? പറഞ്ഞാ മതി. പറയാനായിട്ട് ഇത് പേപ്പറാണ്, അല്ലാതെ മറ്റേ പുതിയ ആപ്പ് ഉണ്ടല്ലോ, ജെമിനി ആപ്പല്ല ഇത്. പറഞ്ഞാ മതിയോ? എടോ അഡ്രസ് എഴുതണോ? ഉള്ള കാര്യം പറയാമല്ലോ. എനിക്കിത് എഴുതാനും വായിക്കാനും ഒന്നും അറിയത്തില്ല. സാറ് തന്നെ ഇത് ചെയ്യുന്നതാണല്ലേ. അഡ്രസ് എഴുതാൻ അറിയാതെ വന്നേക്കുക രാവിലെ അച്ഛൻ്റെ മോനും കൂടെ. ഞാൻ പറഞ്ഞില്ലേ ആധാർ കാർഡ് എടുത്ത് വെക്കണം. അത് നോക്കിയെങ്കിലും എഴുതത്തില്ല. അഡ്രസ് എഴുതാൻ അറിയാതെ ഓട്ടോ ഉണ്ടോ നോക്കാന്നോ സാറ്? ഓട്ടോ ഉണ്ടോ? ഓട്ടോ ഉണ്ടോന്നല്ല, ഈ അഡ്രസ് എഴുതണ്ടേ? എഴുതാം സാർ, ഞാൻ പറഞ്ഞുതരാം. എന്തെന്ന് പറയാ? ഉത്തമൻ. ഉത്തമൻ? ഏത് ഉത്തമൻ? എഴുതാ എഴുതാ അഡ്രസ് എഴുതാ. അഡ്രസ് എഴുതിയാ പോരെ? അഡ്രസ് എഴുതാ സാർ. ഞാൻ പറഞ്ഞുതരാം മൊത്തം. എനിക്ക് കാണാൻ അറിയാം. ആ പേനൊക്കെ എഴുതിയാലേ എനിക്ക് ഇത് ക്ലിയർ ആവും. ഇവിടെ അതെവിടെ നിർത്തുന്നു മോനെ? സാർ അങ്ങോട്ട് കളയുന്ന ഞാൻ കണ്ടായിരുന്നു. അഴുക്ക ചെക്കൻ തന്തയേക്കാൾ മോശം. എഴുതണം സാറേ. ഉത്തമൻ. ഉത്തമൻ തുണ്ടുകല്ലും പുറത്ത് ചാമക്കാലയിൽ കിഴക്കേതിൽ വീട്, തവളപ്പാറ പെയ്യോ, കോന്നി, പത്തനംതിട്ട. എന്താ പറഞ്ഞ? തുണ്ടുകല്ലും പുറത്ത് ചാമക്കാലയിൽ കിഴക്കേതിൽ വീട്. ഉണ്ട് കല്ലും പുറത്ത് ഉണ്ട് അഡ്രസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ദേഷ്യം മനസ്സിലായി. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ അത് എഴുതി തന്നാലേ ഇവിടെ കിട്ടത്തുള്ളത് സാറില്ലേ? ഞാൻ ഈ സ്കൂളിന്റെ മാനേജർ. എനിക്ക് ഇഷ്ടമുള്ള നിയമം ഞാൻ ഉണ്ടാക്കും, നിയമം ഞാൻ കുറയ്ക്കും. ഈ അഡ്രസ്സിന്റെ ഒന്നും ഒരു കാര്യമില്ല. താനൊരു കാര്യം ചെയ്യും, ഈ വാട്സപ്പിലേക്ക് തന്റെ അഡ്രസ് ഒരു വോയിസ് ആയിട്ട് അയച്ചേ. അങ്ങോട്ട് അയച്ചു നോക്കുന്നത്. ഗോപി സാർ വരുമ്പോ കേൾപ്പിച്ചു കൊടുക്കാനാ, പുള്ളി എഴുതിക്കോളൂ അഡ്രസ്. അപ്പൊ പറയാം. ഉത്തമൻ തുണ്ടുകല്ലും പുറത്ത് ചാമക്കാലയിൽ കിഴക്കേതിൽ വീട്, താവളപ്പാറ പെയ്യോ, കോന്നി, പത്തനംതിട്ട. മതിയോ? മതി മതി മതി. കീടുക്കാൻ അഡ്രസ്സാ. അപ്പൊ ഇപ്പൊ അച്ഛനും മോനും ഒക്കെ സന്തോഷമായല്ലോ, അഡ്മിഷനൊക്കെ കിട്ടിയില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, തന്റെ മകനെ എന്താ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കണമെന്ന് ഇത്ര ആഗ്രഹം? അത് വേറെ ഒന്നുമല്ല. അപ്പൊ ഞങ്ങൾ നേരത്തെ താമസിച്ചിടത്തെ അവിടെ വീടും വസ്തുവും എല്ലാം വിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഭാര്യയ്ക്ക് ഇവിടെ വീടും വസ്തുവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു സർക്കാർ സ്കൂൾ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ചെറുക്കനാണെങ്കിൽ തോണിയിലൊക്കെ കയറി പോണം. അവന് തോണിയും വെള്ളമൊക്കെ പേടിയാ. അപ്പൊ ഞാനിപ്പോ നോക്കിയപ്പോ ഇവിടെ അടുത്തൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് തീരുമാനം. നല്ല തീരുമാനമായിരുന്നു. മെമ്പർ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊരു 5 ലക്ഷം രൂപ കുറവ് ചെയ്യും. അത്രേ പറ്റൂ. 5 ലക്ഷം എന്ന് പറഞ്ഞ വേറെ കുഴപ്പമൊന്നുമില്ല സാറേ. നമ്മളിപ്പോ 5 ലക്ഷം ആയാലും 10 ലക്ഷം ആയാലും വീടും പറമ്പൊക്കെ പണയം വെച്ചായാലും അല്ലെ വിറ്റിട്ടായാലും നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മാതാപിതാക്കൾക്ക് ഈ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ സ്കൂൾ തിരഞ്ഞെടുക്കുന്നതിലാണ് അതിന്റെ കാര്യം. സ്ഥലത്താ വന്നേക്കുന്നത്. അതിപ്പോ സർക്കാർ സ്കൂളായാലും ശരി, മാനേജ്മെന്റ് സ്കൂളായാലും ശരി, പഠിപ്പിക്കാൻ നല്ല സാറന്മാരും ടീച്ചർമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് പിള്ളേരും പഠിച്ച് ഉന്നത നിലയിലെത്തും. അല്ലാതെ ഈ ഉടായ്പ സ്കൂളിലൊക്കെ പിള്ളേരെ കൊണ്ട് ചേർത്ത് കഴിച്ചാട്ടല്ലോ പിള്ളേരെ ലൈഫ് ഇല്ലാതാവും. എങ്ങനെ മനസ്സിലായി? ഇതിപ്പോ മനസ്സിലാക്കാൻ എന്തുവാ? ഒരു ഫോം പോലും പൂരിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത മാനേജർ ഇവിടെ വിളിക്കുമ്പോ പിന്നെ ഇത് എന്തോ സ്കൂളായത്? അതൊന്ന് പറ. എനിക്ക് ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടി വലിയ കാര്യമൊന്നുമില്ല സാറേ. കോമൺ സെൻസ് മതി. എന്താ പറഞ്ഞ? കോമൺ സെൻസ് മതി എന്ന്. കോമൺ സെൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ച മലയാളം. കോമൺ സെൻസ്, കോമൺ സെൻസ്, കോമൺ സെൻസ്, കോമൺ സെൻസ്, പ്രായോഗിക ബുദ്ധി. അപ്പൊ തനിക്കത് ഉണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടാ, ശരിക്കും ഈ കസേര ഇരിക്കാൻ സാറാ യോഗ്യൻ. അപ്പൊ താനോ? ഇനി മണി അടിക്കാം. അതാ നല്ലത്. ഈ ഒരു സ്കിറ്റില് വിഷ്ണുചേട്ടന്റെ ഓരോ ആക്ഷൻസിനും കൗണ്ടേഴ്സിനും അവിടെ ഒരു കൊച്ചു പ്രേക്ഷകന്റെ ചിരിയാണ് ഞാൻ ഏറ്റവും ഉറക്കെ കേട്ടത്. അവൻ വലിയ വായിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കൈവക്കിക്ക്.
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യക്കാരുടെ അടുത്ത് ചോദിക്കാം ജഡ്ജ്മെന്റ്സ്. ബിജുക്കുട്ടൻ ചേട്ടാ. രാജുമോനെ, അഭിലാഷേ, വിഷ്ണു, ഗംഭീര സ്റ്റിറ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേട്ടാ. എനിക്ക് തോന്നണത് കുറച്ച് ദൈർഘ്യം കൂടുതലായിരുന്നു തോന്നല്ലേ. എങ്കിൽ പോലും നമുക്കൊരു വിരസത വന്നില്ല കേട്ടോ. നമുക്ക് എന്താണ് ആവശ്യം, ആ സ്കിറ്റിന് ആവശ്യമുള്ള തമാശകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് വിഷ്ണു കുറച്ചും കൂടി നേരത്തെ വന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ പിടിക്കാനായിട്ട് കുറച്ചും കൂടി കൗണ്ടർ വെക്കാമായിരുന്നു. ആ ഒരു ഒഴിവ്. പക്ഷേ വിഷ്ണു വന്നേക്ക് മുമ്പ് തന്നെ രണ്ടുപേര് നമ്മുടെ ഫ്ലോറിലുള്ളെങ്കിലും ഗംഭീരമായിരുന്നു. അഭിലാഷും രാജുമോനും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല എനിക്ക് തോന്നുന്നത് ഇത് ഒരു സ്കിറ്റിലും വരാത്ത സ്കൂൾ കുട്ടിയും സാറിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങൾ. പക്ഷേ നമുക്ക് ഈ അഡ്മിഷൻ വാങ്ങിക്കാൻ വരുന്നത് വളരെ റെയറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് തന്നെയല്ല, ഒരു മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്. കുറേ നല്ല സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു പുതുമ ഉണ്ടായിരുന്നത്, നമ്മൾ ഈ സ്കൂളിലെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ എൻ്റെ അച്ചടക്കമാണെന്ന് പറയുമ്പോൾ ഈ പിള്ളേർ തല്ലി പിടിക്കുന്നതിൻ്റെ ആ ബഹളം കാണിക്കൂലേ, ആ ബഹളത്തിനിടയിൽ ഈ മൈക്ക് എടുത്തിട്ട് അവിടെ നിന്നിട്ട് ഒരു അനൗൺസ്മെൻ്റ് ഇല്ലേ, അത് നല്ല രസമുണ്ട്. അത് കുണ്ടേ നടന്നിട്ട് ഈ തൃശ്ശൂർ പൂരത്തിലൊക്കെ മറ്റേ കൊമ്പ് ഊതുന്ന പോലെ അതിങ്ങനെ നടന്നിട്ട് ആ സംഭവങ്ങളൊക്കെ നല്ലായിരുന്നു. ക്ലൈമാക്സ് നല്ല രസമുണ്ടായിരുന്നു. നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു. നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂന്നുപേരും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേച്ചി, മൂന്നുപേരുടെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ക്യാരക്ടർ ഒരു പോയിന്റിലും വിട്ടു പോകുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുട്ടിയായിട്ടുള്ള ആ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ. നമുക്ക് ശരിക്കും തുടക്കം മുതൽ ഒരു കൊച്ചു കുട്ടിയെ കാണുന്നൊരു ഫീലിംഗ് ആണ്. നമ്മളൊരു കൊച്ചിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുപോലെ മാനേജറിൻ്റെ അടുത്തോട്ട് മാറി നിൽക്കാൻ പറയുമ്പോൾ മാനേജറേക്കാളും എത്ര വലിപ്പമുണ്ടെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ആ ഫീലിംഗ് കുറച്ചുകൂടെ ക്ലിയർ ആയത്. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ലൈവായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സും ബോഡി ലാംഗ്വേജൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഹൈലൈറ്റ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ടൈമിങ്. ഉരുളയ്ക്ക് ഉപ്പേരി ഡയലോഗ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് വലിയ ഷോ ഒന്നും ഇല്ലാതെ ഓൺ ദ സ്പോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം ഗംഭീരമായിരുന്നു. നമുക്ക് അറിയാൻ പറ്റുന്നില്ല സ്ക്രിപ്റ്റഡ് ആണോ ഇംപ്രൊവൈസ്ഡ് ആണോ. ഉരുളയ്ക്ക് ഉപ്പേരി വളരെ ഗംഭീരമായിരുന്നു. മൊത്തത്തിൽ വളരെ എൻജോയബിൾ സ്കിറ്റായിരുന്നു. താങ്ക് യു ചേച്ചി. നസീറിക്ക. നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എനിക്കിതിൽ ഒരുപാട് കൗണ്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കൗണ്ടർ ഇല്ല. പക്ഷെ നല്ല ഫാസ്റ്റ് കളിയായിരുന്നു. നല്ല ടെമ്പോ ഉണ്ടായിരുന്നു കളിക്ക്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ടെമ്പോയിലാണ് പോയത്. കുറേ ലെങ്ത് വന്നുകൊണ്ടായിരിക്കാം ഇടയ്ക്ക് നമുക്ക് ആ കൗണ്ടറിൻ്റെ ഒരു പോരായ്മ ഫീൽ ചെയ്തത്. എൻ്റെ കാഴ്ചയിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കൗണ്ടർ ക്ഷാമം തീരെ കുറവുണ്ട്. കാര്യം വിഷ്ണു ഒത്തിരി ലേറ്റായിട്ടാണ് വന്നതും വന്നതിന് ശേഷം പിന്നെ ഔട്ടായി പോയിട്ട് പിന്നെ എൻഡിലേക്ക് ഉള്ള ആ പോർഷനിലേക്കൊക്കെ കയറി വന്നത്. കാര്യം നിങ്ങൾ 3 പേരും കൂടെ നിന്ന് കളിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഓളം ഉണ്ടാകുന്നത്. നമുക്ക് സാധാരണ അങ്ങനെയാണ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറേ നേരം 2 പേരുടെ കളി ആയതുകൊണ്ടായിരിക്കാം അതിൻ്റെ അകത്ത് ചിലത് കാര്യങ്ങളാണ് പറയുന്നത്. ചിലത് 1-2 സ്ഥലങ്ങളിൽ കൗണ്ടറും കയറി ഇറങ്ങിപ്പോയെന്നല്ലാതെ നിങ്ങളുടെ മറ്റേ കൗണ്ടർ തരുന്നൊരു കളിയുണ്ടല്ലോ, ഒരു ടെമ്പോ ആണെങ്കിൽ അതിന് മൊത്തം കൗണ്ടറായിരിക്കും. ഇതിൽ ആ ഒരു വന്നില്ല. പക്ഷേ സ്കൂളിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് എന്താണ്, പഠിപ്പിക്കാൻ കൊണ്ടുവന്ന വിദ്യാർത്ഥിയുടെ അച്ഛൻ എന്താണ്, വിദ്യാർത്ഥി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ചിരിയുടെ അംശം ഇത്രയും പോരാ നിങ്ങളിൽ നിന്നും. ഇതിലപ്പുറമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. സബ്ജക്റ്റിന് ഒരു ചെറിയ പുതുമയൊക്കെ ഉണ്ടായിരുന്നു. ഓൾ ഇൻ ഓൾ കുഴപ്പമില്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഇക്ക തന്നെ മാർക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാനൊരു 15,000 രൂപ കൂടെ കൊടുക്കുകയാണ്. 15,000. ബിജുക്കുട്ടൻ ചേട്ടനോ? ഞാനൊരു 18,000 രൂപ കൊടുക്കാം. 18,000. ഓക്കെ, അപ്പൊ 33,000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. ലെന ചേച്ചി ഇതാ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ റിവീൽ ചെയ്യും. ഞാൻ അങ്ങോട്ട് അയച്ചുതരാം. ഓക്കെ, 68,000. ഓക്കെ, 68,000 രൂപയാണ് അപ്പൊ ഈ ഒരു സ്കൂൾ അഡ്മിഷൻ സ്കിറ്റിന് വേണ്ടിയിട്ട് നേടിയിരിക്കുന്നത്. മകനെ ഇനി നല്ല സ്കൂളിൽ കൊണ്ട് ചേർത്തോ കേട്ടോ. ഓക്കെ, പറയൂ ചേട്ടാ. ഞാനേ എൻ്റെ വൈഫിൻ്റെ വീട് ഹരിപ്പാട് ഏവൂര് കണിച്ചതിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ പരിപാടി കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെപ്പോഴും പറയും അവർക്കൊരു ഹായ് കൊടുക്കണം ജഡ്ജസ്. കുറേ നാളുകൊണ്ട് പറയും, ഞാനത് മറന്നു പോകും വരുമ്പോഴൊക്കെ. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ടെൻഷനൊക്കെ ആയി പോകുമ്പോൾ ചിലപ്പോൾ അങ്ങ് പോകും ഇറങ്ങി. അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരും ഒരു ഹായ് കൊടുക്കാൻ പറ്റുമോ? കണിച്ചനെല്ലൂരുള്ള വിഷ്ണുവിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും അതുപോലെ അവരുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ 3 പേരെയും ഒരു ഹായ്. അടിപൊളി. അപ്പൊ ഹായ് കിട്ടി, മാർക്ക് കിട്ടി, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാൻ ചേട്ടൻ വരെ. താങ്ക് യു സോ മച്ച്.
ഇപ്പൊ നമ്മുടെ ലോകകപ്പ് ഒക്കെ നടക്കല്ലേ, അപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ ഈ വേദിയിൽ നമ്മളിപ്പോൾ സ്കിറ്റ് കാണാറുണ്ട്, മിമിക്രി കാണാറുണ്ട്. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറയാം. അപ്പൊ നമുക്ക് വയനാട് നടന്ന ഓഡിഷനിൽ നിന്നും പ്രാദേശിക ഓഡിഷനിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ ഒരു വലിയ കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഹെബൽ സറാഫിൻ. ഒരു കൊച്ചു മിടുക്കനാണ്, പേരൊക്കെ കേട്ടപ്പോ ഹെബൽ സറാഫ് എന്നുള്ള വലിയ ആളെ പോലെ തോന്നി. ഒരു കൊച്ചു മിടുക്കനാണ്. ഹലോ ഹെബൽ. ഹലോ. ഹലോ, വയനാടാണോ സ്ഥലം? എവിടെയാണ് വീട്? വയനാട് കൽപ്പറ്റ മുട്ടിൽ എന്ന് പറയും. ഓക്കെ ഓക്കെ. എത്രയിലാണ് ഹെബൽ പഠിക്കുന്നത്? ഞാൻ 7th-ലാണ്. 7th-ലാണ്. ഏത് സ്കൂളിലാണ്? ഞാൻ വയനാട്ടിൽ കൽപ്പറ്റ ഡീപോൾ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഡീപോളിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ ഫുട്ബോളും കൊണ്ട് വന്നിട്ട് ആള് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ. അപ്പൊ ഇത് സംഭവം മൊത്തത്തിൽ വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് കടക്കാം അല്ലേ? അതെ അതാണ് നല്ലത്. അപ്പൊ ബിജുക്കുട്ടൻ ചേട്ടാ ലഞ്ച് റെഡി അല്ലേ? ഓക്കെ. Calor, el aire se detiene, cemento gris bajo el sol que viene. Ojos de fuego, pulso de metal, dominando el giro, control total, no es suerte, es ciencia en el pie. El balón suspira, él sabe por qué. Sombras que vibran, piernas borrosas, en la tormenta de fintas preciosas. Giro, impacto, el alma se eleva, cada toque un pulso. Escribiendo en el aire su propia historia. Arco de esfera, reto a la gravedad. El concreto quema, pura tenacidad. Inglés y español fluyen al compás de la calle, al cielo no mira atrás. Every move is sharp, every move is slow. Un malabarista sin ningún giro, impacto, el alma se eleva. Cada toque un pulso, una vida nueva. Siente el ritmo, el balón es imán. Vuelan los sueños, precisión y fuego. No es un partido, es nuestro juego. Bajo el cielo azul llevo el ritmo dentro de las venas. Tú lo sientes, yo lo sé. Es la magia que hay en tu piel. One more time, show them how you move. Lost in the rhythm, lost in the groove. Giro, impacto, el alma se eleva. Cada toque un pulso, una vida nueva. Siente el ritmo, el balón es imán. Vuelan los sueños, precisión y fuego. No es un partido, es nuestro juego. Bajo el cielo azul llevo el ritmo dentro de las venas. Eso es flow, precisión, directo al sol. Giro, impacto, el alma se eleva. Cada toque un pulso, una vida nueva. Siente el ritmo, el balón es imán. Vuelan los sueños, precisión y fuego. No es un partido, es nuestro juego. Bajo el cielo azul llevo el ritmo dentro de las venas. El sudor dibuja un mapa de gloria, escribiendo en el aire su propia historia. Arco de esfera, reto a la gravedad. El concreto quema, pura tenacidad. Inglés y español fluyen al compás de la calle, al cielo no mira atrás. Every move is sharp, every move is slow. Un malabarista sin ningún giro, impacto, el alma se eleva. Cada toque un pulso, una vida nueva. Siente el ritmo, el balón es imán. Es nuestro juego. Bajo el cielo de las venas. Tú lo sientes, yo lo sé.
അടിപൊളി ചേച്ചി ആദ്യം തന്നെ രണ്ടുപേർക്കും ഒരു വലിയ കൈഡി. എന്നെക്കാട്ടിലും കൂടുതൽ സമയം ലെന ചേച്ചി ബാലൻസ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. ഞെട്ടിയില്ലേ? ഞെട്ടി. ഞാൻ ഇത്രയും ചെറിയ പ്രായത്തില് എങ്ങനെ ഇത്രയും മാസ്റ്ററി ഇതില് വരുത്തി, സത്യം എങ്ങനെ ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. അതായത് ആദ്യമൊക്കെ കണ്ടപ്പോൾ ഓക്കെ, ഒരു പ്രാവശ്യമൊക്കെ സംഭവിക്കാമല്ലോ. ആ എസ്പെഷ്യലി ഇവിടെ നെക്കിന്റെ ബാക്കിലൊക്കെ വെക്കുന്നത് മൾട്ടിപ്പിൾ ടൈംസ് കാണിച്ചു. കാല് വെച്ചിട്ട് ബാലൻസ് ചെയ്തത്, കാലില് കയ്യിൽ വെച്ചാൽ പോലും നിൽക്കില്ല ബോൾ പ്രോപ്പർലി. ഇത് കാലില് എങ്ങനെയൊക്കെ, ഇതെങ്ങനെ ഈ ഫ്രീ സ്റ്റൈൽ ഫുട്ബോളിലേക്ക് വന്നു? ഇത് ഞാൻ 2 വർഷമായിട്ട് ഇത് 2 വർഷമായിട്ടുള്ളൂ. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇങ്ങനെ റീൽസ് കണ്ടിട്ട് അങ്ങനെ പഠിച്ചതാണ്. റീൽസ് കണ്ടു പഠിച്ചതാണോ? ഇതാരും പഠിപ്പിച്ചു തന്നില്ല. ഇല്ല. അടിപൊളി. ചേച്ചി ഭയങ്കര പൊസിഷനാണ്. അതായത് കോൺസെൻട്രേഷൻ, സ്കില്ല് അല്ല ഒക്കെ വേണ്ട ഇതിന്. അല്ല, ഇത് കൂടാതെ ഫുട്ബോളും കളിക്കോ? ആ, ഫുട്ബോൾ കളിക്കും. ആഹാ, ഒരു നല്ല പ്ലെയറും കൂടിയിട്ടാണ്. ഒരു ഫുട്ബോൾ പ്ലെയർ അത്രയും ഫുട്ബോൾ പ്ലേയിങ്ങിന്റെ ഇടയിൽ ഗിമ്മിക്സും കൂടെ കാണിച്ചാലല്ലേ സ്കൂളിലെല്ലാവരും ഫാൻസ് ആയിരിക്കും അല്ലേ? ചേച്ചി ഹെബലിന്റെ എല്ലാ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒരു വൈറൽ താരമാണ് ഹെബൽ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് കീപ് ഇറ്റ് അപ്പ്. ഗ്രേറ്റ് ജോബ്. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ബിജുകുട്ടൻ ചേട്ടാ, ഓ, എന്താണ് നമ്മൾ ഇവിടെ കണ്ടത്? അല്ല, നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഹെബൽ അടിപൊളി കേട്ടോ, അടിപൊളി, സൂപ്പർ, കിടില സ്കില്ല്. ഒരുപാട് പേര് നമ്മൾ കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ ഏറ്റവും കുറവുള്ളത് ഹെബലായിരിക്കുള്ളൂ. അതും വലിയ ആൾക്കാർ ചെയ്യുന്നതിലും വലിയ സ്കില്ലുകൾ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ പറഞ്ഞിട്ട് കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ എല്ലാം ഇതിനകത്ത് വേണം. ആ ഫുട്ടിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യില്ല, അതൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ നേരത്തെയൊക്കെ AXN അതുപോലുള്ള ചാനലുകളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഫ്ലോറിലും വന്നിട്ട് നമ്മുടെ പിള്ളേര്, നമ്മുടെ മലയാളികൾ വന്ന് ഇങ്ങനെ നമ്മുടെ ഇത്രയും സ്കില്ലോട് കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് അഭിമാനമാണത്. എന്തായാലും കേരളത്തിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒക്കെ അഭിമാനമായിട്ട് മാറട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മുടെ ഫുട്ബോളിൽ ഏത് പൊസിഷനാണ് കളിക്കുന്നത്? ഞാൻ ഫോർവേഡും കളിക്കാറുണ്ട്, ലെഫ്റ്റ് വിങ്ങും കളിക്കാറുണ്ട്. ഓക്കെ, ഓക്കെ. ഇപ്പം വേൾഡ് കപ്പ് നടക്കാണല്ലോ, ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി, ടീം ഏതാണ്? അർജന്റീന. അർജന്റീന ഫാനാണ്. ഓക്കെ, സൂപ്പർ. ഇഷ്ടപ്പെട്ട പ്ലെയറോ? മെസ്സി. ഓബിയസ്ലി മെസ്സി. സൂപ്പർ. 2 വർഷമാണ് ഇത് പ്രാക്ടീസ് ചെയ്തല്ലേ? അതെ അതെ. ഓഹോ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യോ ഹെബൽ? എല്ലാ ദിവസവും ചെയ്യും. എല്ലാ ദിവസവും. 2 വർഷത്തിനുള്ളിൽ ഈ പ്രായത്തിൽ ഇത്രയും ചെയ്യാമെങ്കിൽ പ്രായം മുമ്പോട്ട് വരുമ്പോൾ എവിടം വരെ എത്തുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഏത് ലെവൽ വരെ എത്തും എന്നുള്ളതാണ്. ഇതിലാരാണ് മോനെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്ന ആരാണ്? അച്ഛനോ അമ്മയോ ബ്രദേഴ്സോ ആരാണ്? എല്ലാവരും സപ്പോർട്ട് ഉണ്ട്, എന്നാലും അമ്മയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യാറ്. തരുന്നതല്ലേ? അമ്മ ഇവിടെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹെബലിന്റെ അമ്മയെ വേദിയിലേക്ക് സ്വാഗതം വിളിക്കാം. ഓക്കെ, വീട്ടിൽ വേറെ ആരൊക്കെയാണ് ഉള്ളത്? പപ്പ, മമ്മി, പിന്നെ ഒരു ബ്രദർ, ഒരു സിസ്റ്റർ. ഓക്കെ, ബ്രദറും സിസ്റ്ററും ഒക്കെ എന്ത് ചെയ്യുന്നു? ബ്രദർ 3rd പഠിക്കുന്നത്, സിസ്റ്റർ 6th. ഇവിടെ വന്നിട്ടുണ്ടോ ബ്രദറും സിസ്റ്ററും? ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പൊ ഹെബലിന്റെ അമ്മേനെയും അതുപോലെ തന്നെ ബ്രദറിനെയും സിസ്റ്ററിനെയും നമുക്കൊരു വലിയ കൈഡോട് കൂടിയിട്ട് നമ്മുടെ ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്യാം. അനിയന്റെ പേരെന്താണ്? ഹെറിക്ക് ഫുട്ബോൾ കളിയോ? ചെറിയൊരു മെസ്സിയുടെ കട്ടില്ലേ? അല്ലേ, ശരിയല്ലേ? ഒരു കുട്ടി മിനി മെസ്സി. സ്കൂളിൽ ആരെങ്കിലും പറയാറുണ്ടോ മെസ്സിയുടെ പോലെ ഇരിക്കണമെന്ന്? ഇല്ല. അപ്പൊ ഇനി പറയോട്ടോ, ഇവിടുന്ന് ഓഡീഷന് വന്ന ആളുകൾ പറഞ്ഞിരുന്നു. മെസ്സിയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 70 ഇതൊക്കെ തുടങ്ങൂലേ നമ്മുടെ ഈ ലോകകപ്പിലേക്ക് വന്ന ആ സമയത്തൊക്കെ മുടി ഇങ്ങനെയായിരുന്നു. ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഇടുന്ന മുടിയായിരുന്നു. താങ്ക്സ്. അപ്പൊ ഇനി സ്കൂളിലൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കും ജൂനിയർ മെസ്സി. ചേട്ടനെ പോലെ ഹെബലിനെ മാതിരി ഹെർക്ക് എന്തെങ്കിലും ഇതുപോലെ ട്രിക്കൊക്കെ ചെയ്യോ? പഠിക്കണം ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ചേട്ടൻ ചെയ്യണ പോലെ? ഇല്ല. റിസ്ക് എടുക്കുന്നില്ല. ഒരാള് മതി ഒരു വീട്ടിലല്ലേ? അതെ. ഇനി ഇയാള്? സിസ്റ്റർ ഹയയുടെ ഇഷ്ടപ്പെട്ട ഹോബി എന്താണ്? ഡാൻസിങ്. നമ്മൾ അമ്മയെ പരിചയപ്പെട്ടില്ല. അമ്മ പറയും, അമ്മയുടെ പേരെന്താണ്? എന്റെ പേര് സിനി. ഹൗസ് വൈഫ് ആണോ? അത് ടീച്ചറാണോ? ഓ, നൈസ് നൈസ്. ഇവരുടെ സ്കൂളിലാണോ? അല്ല, സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുക. ആഹാ, ഓക്കെ, നൈസ് 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 നൈസ്, അടിപൊളി. അച്ഛൻ എവിടെയാണ് വർക്ക് ചെയ്യണേ? ദുബായിലാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, അദ്ദേഹം ഇതുപോലെ എന്തെങ്കിലും ഫുട്ബോളിൽ മാസ്റ്റർ അങ്ങനെ?
അപ്പം ഇത് എവിടെ നിന്നാണ് ഈ ഒരു ഫുട്ബോളിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്? അല്ല അങ്ങോട്ട് നമ്മൾ ഈ കോഴിക്കോട് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാല് അവിടെയൊക്കെ അങ്ങോട്ട് മൊത്തം ഫുട്ബോളിന്റെ ഫാൻസ് ആണ്. കാസർഗോഡ് വരെ ഫുട്ബോളിനാണ് ഏറ്റവും കൂടുതൽ അവര് പ്രസക്തി കൊടുക്കുന്നത്. ശരി അവിടെയൊക്കെയുള്ള ഒട്ടുമിക്ക കുട്ടികളും ഫുട്ബോൾ കളിക്കും ആൻഡ് എല്ലാവരും തന്നെ ഫുട്ബോൾ ഫോളോവേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? അമ്മ കാണാറുണ്ടോ ഫുട്ബോള്? ഞാൻ ഇവൻ ഇതിൽ ഇൻട്രസ്റ്റ് കാണിച്ചതിന് ശേഷം ശ്രദ്ധിക്കാറുണ്ട്. അടിപൊളി. എന്തായാലും അതിനെ ഇത്ര നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ രണ്ട് പേരൻസിന് ഒരു വലിയ കൈഡി നമ്മൾ കൊടുക്കണം. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഹെബല് അടിപൊളി വീഡിയോസ് ഒക്കെ ഇനിയും വൈറലാവട്ടെ, ഇനി ഈ വേദിയിൽ വരണം. അപ്പൊ ഇതിനേക്കാട്ടിലും വലിയ സ്കില്ലുകൾ നമ്മൾ കാണിക്കണം. ആക്ച്വലി ഞാൻ കുറച്ച് പ്രൗഡായിട്ടോ, കുറച്ച് സെക്കൻഡുകളാണെങ്കിലും അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റി. ഇതാ ഫോൺ പിടിച്ചോളൂ അമ്മ. അപ്പൊ ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിൽ. ഇനി നമ്മുടെ ഫ്ലോറിൽ വരണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലെ നെക്സ്റ്റ് ഐറ്റം ലോഡിംഗ് ആണ്. ആൻഡ് വേദിയിൽ എത്തുന്നു നമ്മുടെ സ്വന്തം ബിജു ചേട്ടൻ, ബിജു പൊഴിയൂർ, ഫിറോസിക്ക ആൻഡ് അനിൽ എലവന്തിട്ട. ഹായ് ഹലോ, എൻ്റെ എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഹലോ, എല്ലാവരും ഇല്ലേ? ഹലോ, ഹായ്, എന്നെ മനസ്സിലായല്ലോ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ സങ്കടവുമുള്ള ഒരു ദിവസമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധനായ നമ്മുടെ എല്ല് രാമേന്ദ്രൻ സാറ് ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. അപ്പോൾ ഇന്ന് സാറ് വിരമിക്കുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. അറിയാമല്ലോ, ഞാനും സാറും കൂടെ 10-12 വർഷത്തോളം ഒരുമിച്ച് കഴിഞ്ഞവരാണ്. ഒരുമിച്ച് കഴിഞ്ഞിട്ടും കുട്ടികളൊന്നുമില്ലേ? അയ്യോ, അങ്ങനെ കഴിഞ്ഞതല്ല. 12 വർഷത്തോളം സാറിന്റെ നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യായിരുന്നു, അതായിരുന്നു പറഞ്ഞത്. അപ്പൊ സാറിന് വിരമിക്കുന്ന ദിവസമാണ്, അതിന്റെ സങ്കടമുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ സാറിന് നിങ്ങൾക്കൊന്ന് കാണിക്കാം. രാമചന്ദ്രൻ സാറേ, രാമചന്ദ്രൻ സാറേ, സാറ് പോയി. ഒരു മിനിറ്റ്, സാറിനെ കാണാനില്ല, ഞാൻ കട്ടിയിട്ടൊന്നുകൂടെ വിളിക്കാം. സാറേ, രാമേന്ദ്രൻ സാറേ. അയ്യോ, സംസാരിക്കുന്ന തലയോട്ടിയോ? സംസാരിക്കുന്ന തലയോട്ടി അല്ല, ഞാനാണ് സംസാരിച്ചത്. സാർ എന്തിനാണ് സാർ എപ്പോഴും ഈ തലയോട്ടി എടുത്തോണ്ട് നോക്കുന്നത്? ഇതിന്റെ വലതുവശത്തെ ഒരു പല്ല് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. നോക്കുക, അത് കാണുന്നില്ല. നമുക്ക് എടുത്തു വെച്ചേക്കാം. ഈ തലയോട്ടി എനിക്ക് ഭയങ്കര ബന്ധമുള്ളതാണ്. എന്ത് ബന്ധം? ഇതാണ്, ഈ തലയോട്ടിയുടെ ഉടമസ്ഥനെയാണ് ഞാൻ ആദ്യമായി സപ്രക്രിയ ചെയ്തത്. സപ്രക്രിയ മറ്റേ സാധനം ഉണ്ടല്ലോ, ഓപ്പറേഷൻ. അത് മതി. അതെ അതെ അതെ, ഞാൻ ആദ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തത്, എന്റെ ആദ്യത്തെ ഓപ്പറേഷൻ, അവന്റെ അവസാനത്തെ ഓപ്പറേഷനും. അത് സാറേ, തലയോട്ട് പിടിച്ചോണ്ടിരിക്കുന്നത്. സാറേ, ഇന്നത്തെ ദിവസം അറിയാലോ? അയ്യോ, ഇന്നത്തെ ദിവസം അറിയാം. സാർ സർവീസിൽ നിന്നും വിരമിക്കുന്ന ദിവസമാണ്. അതെ അതെ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുണ്ട്. ഞാൻ 5999 പേരുടെ കാലിലും കയ്യിലുമായിട്ട് ഞാൻ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. എനിക്ക് 6000 ഒരൊറ്റ കൂടെ വേണം 6000 തികയ്ക്കാൻ. അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു രോഗിയില്ല ഇവിടെ. ഇപ്പൊ തന്നെ 6000 തികയ്ക്കണമെന്ന് സാറിന് എന്താണ് ഇത്ര ഒരു നിർബന്ധം? എന്റെ സിറ്റർ സച്ചിൻ 99 ആവുമ്പോ ഔട്ട് ആവുന്നതിന്റെ ഒരു വിഷമമുണ്ടല്ലോ, ആ വിഷമമാണെന്ന് എനിക്ക്. സാറേ, എനിക്കൊരു ഐഡിയ. ഈ വിനയൻ ഡോക്ടറിലെ താലൂക്ക് ആശുപത്രിയിൽ എന്റെ ജൂനിയർ ആയിരുന്നു. ഈ വിനയൻ ഡോക്ടർക്ക് ഒരുപാട് രോഗികളുണ്ട്. അപ്പൊ സാറൊന്ന് വിളിച്ചു വെച്ച ഒരു രോഗി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് 6000 തികയ്ക്കാമല്ലോ. അയ്യോ, വിനയൻ ഡോക്ടർ എന്റെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്ത ആളല്ലേ, പഠിച്ച ആളല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ എന്റെ അടുത്ത് വിളിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബഹുമാനമാ. അപ്പൊ തെറ്റുവാ. അത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കാം, ഞാൻ വിളിച്ചുതരാം. സാറ് സംസാരിച്ചാൽ മതി. ഹലോ ഹലോ, വിനയൻ ഡോക്ടറാണോ? അതെ, വിനയൻ ഡോക്ടറാണ്. സാറേ, ഞാൻ സിസ്റ്റർ പൊന്നമ്മയാണ്. എനിക്ക് മനസ്സിലായി സിസ്റ്ററെ, പറഞ്ഞാട്ടെ, കാര്യം പറഞ്ഞാട്ടെ. എന്റെ അടുത്ത് ഒരാള് നിപ്പുണ്ട്, ഞാൻ കൊടുക്കാം. ആരാണെന്ന് കണ്ടുപിടിക്കാമോ? സിസ്റ്റർ ലില്ലിയാണോ? അയ്യോ, ലില്ലി സിസ്റ്റർ അല്ല. സിസ്റ്റർ ശാന്തമ്മയാണോ? അയ്യോ, ശാന്തമ്മ സിസ്റ്റർ അല്ല. ഞാൻ കൊടുക്കാം. ആരായാലും കൊടുക്കും, ഞാൻ ശബ്ദം വെച്ച് കണ്ടുപിടിക്കും. ഹലോ, വിനയൻ ഡോക്ടറെ. ആരാടാ നീ? അയ്യോ, ഞാൻ എല്ല് രാമേന്ദ്രൻ സാറാണ്. ഓ, പറഞ്ഞാട്ടെ സാറേ, കാര്യം എന്തുവാ? അയ്യോ, എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞു, പറഞ്ഞു. ഞാൻ ഇന്ന് വിരമിക്കുകയാണ്. അപ്പൊ എനിക്ക് 5999 പ്ലാസ്റ്റർ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. 6000 തികയ്ക്കാൻ വേണ്ടി ഒരു രോഗി ഇവിടെ ഇല്ല. അവിടെ വല്ല രോഗികൾ കൊണ്ട് തൽക്കാലത്തേക്ക് 1-2 രോഗികളെ ഇങ്ങോട്ടൊന്ന് മറിക്കാൻ പറ്റുമോ? എന്ത് വൃത്തിയാണോ സാറേ പറയുന്നത്? താൻ എന്തോ വിചാരിച്ചത്? ഇത് കുഞ്ഞുകളിയാന്നോ ഒരു ഡോക്ടറെ മറിക്കാനെന്ന് പോലും? എനിക്കൊരു രോഗ്യം കിട്ടുന്നില്ല, ഞാൻ എന്തു ചെയ്യും? അല്ല, വിനയൻ ഡോക്ടർ എന്തോ പറഞ്ഞു? വിനയൻ ഡോക്ടർ പറഞ്ഞു
പറഞ്ഞ് പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു. പറ്റത്തില്ലെന്ന് പറഞ്ഞോ? അല്ല ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അപ്പുറത്തെ വാർഡിനകത്തെ രണ്ടുപേരെ അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിരിക്കുകയാണല്ലോ. അയ്യോ, അവരെ എടുക്കാൻ പറ്റത്തില്ല, അവര് രോഗികളല്ല. പിന്നെ അവര് എന്റെ കാറിന്റെ EMI പിരിക്കാൻ വന്നവരാണ്. രണ്ടെണ്ണത്തിനെ അനസ്തേഷ്യ കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. അയ്യോ, അതപ്പോ അവരെ എന്ന് റിലീസ് ചെയ്യും? 1-ാം തീയതി റിലീസ് ചെയ്യാം. അനസ്തേഷ്യ മാറ്റി വിടാം. എന്തെങ്കിലും പൈസ കിട്ടത്തുള്ളൂ. എന്റെ ഡോക്ടറെ, ഡോക്ടറെ, അയ്യോ ആരോ വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ഡോക്ടർക്ക് ഭാഗ്യമുണ്ട്, 6000 തികയ്ക്കാൻ പറ്റും. ഏതോ ഒരാൾ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, അയാളെ നമുക്ക് സ്വീകരിച്ച് ആനയിച്ച് ഇവിടെ ഇരുത്താം. ഹലോ, ഒറ്റ മിനിറ്റ്. അസ്ഥിരോഗ വിഭാഗം. അസ്ഥിരോഗ വിഭാഗം തന്നെ ആണല്ലോ. അല്ല, മാനസികരോഗ വിഭാഗം അല്ലല്ലോ. എന്താ പ്രശ്നം? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ വരുന്ന വഴിക്ക് ബസ്സിൽ ഇറങ്ങിയപ്പോ എന്റെ കാലം നുളുക്കി. പ്ലാസ്റ്റർ ഇടണം. പ്ലാസ്റ്റർ ഇടണ്ടോ? ചെറിയ പരിപാടിയേ ഉള്ളൂ. ചെറിയ പരിപാടി. ഞാനൊന്ന് പറയട്ടെ, രോഗം പറയട്ടെ. കാലം ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറക്കുകയും ഒന്നും മടുത്ത്. സ്വന്തം കാല് വരെ നിങ്ങളെ മടുത്തു. അപ്പൊ അത്ര നല്ല സ്വഭാവമാണ്. കാലൊന്ന് പരിശോധിക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കൂ. അയ്യോ, വേദനയുണ്ടോ? അല്ല, ചെറിയൊരു വികാരം. വികാരോ? അല്ല, വേദന. വേദനയില്ല, വികാരം. വേദന. അയ്യോ, പ്ലാസ്റ്റർ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലോ, എനിക്ക് പ്ലാസ്റ്റർ ഇടണം ഇപ്പൊ. എനിക്ക് തോന്നുന്നതേ ഇയാൾക്കേ അസ്ഥിയുടെ അസുഖം അല്ല, ഞരമ്പിന്റെ അസുഖം എന്നാ എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇയാളെ ചീട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്? ഇയാളുടെ പേരെന്തോ? ഇത് എന്റെ പേര് ചോറ്റുപാത്രത്തിൽ കറിയ. ചോറ്റുപാത്രത്തിൽ കറിയല്ലാതെ പിന്നെ മണ്ണ് വാരിയിടാൻ പറ്റുമോ? എന്തോ ചെയ്യാൻ എനിക്ക് പ്ലാസ്റ്റർ ഇടണം. പൊന്നു ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് പോണം. എന്റെ ഭാര്യയാണെങ്കിൽ ഒരു കൈകെട്ടിക്കളിയുടെ ആശാട്ടിയാ. കൈവെട്ടിക്കളി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കൈവെട്ടിയ ആൾക്കാരെ എല്ലാം കൊണ്ടുവരും. ഞാൻ പ്ലാസ്റ്റർ ഇട്ട് റെഡിയാക്കി തരാം. ഡോക്ടർ, അതല്ല പറഞ്ഞത്. ഡോക്ടർ, ഇയാളെ കാല് ശരിക്കും പരിശോധിച്ച് എന്താന്ന് വെച്ചാൽ മരുന്ന് കൊടുക്ക്. ഡോക്ടറെ, ഒരു എക്സ്റേ എടുത്തിട്ടേ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഒരു വേദനയ്ക്കുള്ള ഒരു ഗുളികൻ തന്നാല് ഈ അസുഖം മാറാനുള്ള കാര്യമുള്ളൂ. അല്ല, ഇത് വലിയ വിഷയമൊന്നുമില്ല, എനിക്കറിയാവുന്ന വിഷയമുള്ളൂ. എന്തുവാ എന്തുവാ എന്തുവാ? ഇയാളാണല്ലോ ഡോക്ടർ, ഞാൻ രോഗി. എനിക്കറിയാവുന്ന ചികിത്സ എന്താ ഇയാൾ പറയുന്നത്? ഞാൻ പറയുന്നില്ലോ ഇയാളുടെ കാലിൽ പ്ലാസ്റ്റർ ഇടണം, പ്ലാസ്റ്റർ ഇടണം, പ്ലാസ്റ്റർ ഇടണമെന്ന്. ഇത് കൊള്ളാം. ഇയാള് പഠിച്ചതാണോ? ഇയാള് പഠിച്ചതാണോ? ഞാൻ പഠിച്ചതാ. എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് ജയിച്ചോ? തോറ്റുപോയി. കൊള്ളാം. എടാ, 10ാം ക്ലാസ് തോറ്റ താൻ പറയുന്നതാണോ അല്ലെങ്കിൽ MBBS പഠിച്ച ഡോക്ടർ പറയുന്നതാണോ ഏറ്റവും വലുത്? എന്ത് ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് പോണമെന്ന്. ഇയാൾക്ക് എന്താ പോയിട്ട് എന്തോ ഇത്ര ധൃതി? ഡോക്ടറെ, ഭാര്യ കൈകൊട്ടിക്കളുടെ ആശാട്ടിയാ ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ അവർക്ക് തന്നെ അവർക്ക് വെക്കാനുള്ള പൂവാ ഇത്, തല വെക്കാനുള്ള പൂ. ഈ പൂ കൊണ്ട് എന്നല്ലേ എന്റെ കാല് തല്ലി ഓടിക്കുന്നവള്. അങ്ങനെ ദേശിച്ച് കളിക്കുന്ന കളിയല്ലേ? എന്താ പറഞ്ഞേ? അതുകൊണ്ട് ചെന്നില്ലെങ്കിൽ എന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും ഭാര്യ. മുട്ടുകാല് തല്ലി. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. മെഡിക്കൽ ഡിസ്കഷൻ. ഡോക്ടർ, അതായത് ഇയാളുടെ ഭാര്യ വന്ന് കാല് തല്ലി ഓടിക്കും. പ്ലാൻ എ. അതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ പ്ലാനിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇയാളുടെ ഭാര്യ വന്ന് കാല് തല്ലി ഓടിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ കാല് തകരും. അപ്പൊ നമുക്ക് ഇയാളുടെ കാല് പ്ലാസ്റ്റർ ഇടാം. സാറിന്റെ 6000 തികയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ നയത്തിൽ അയാളെ പിടിച്ചു വെച്ചിരുന്ന സമയത്ത് അയാളുടെ പിന്നെ ഇതങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഡോക്ടറെ, ചോറ്റുപാത്രത്തിൽ അറിയാം. ഡോക്ടർ വിരമിക്കുന്ന ദിവസമല്ലേ? അതെ അതെ. അപ്പൊ ഈ ഡോക്ടറെ, ഈ അസ്ഥിരോഗം തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അസ്ഥിരോഗം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അതൊരു വലിയ കഥയാണ്. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും ഒരു പെൺകുട്ടിയും കൂടെ അസ്ഥിക്ക് പിടിച്ച ഒരു പ്രണയമുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് 64 ഇപ്പൊ കാലിനൊരു കുരുവില്ലല്ലോ പെണ്ണും പ്രണയത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക്. അങ്ങനെ അസ്ഥിക്ക് പിടിച്ച പ്രണയം കഴിച്ചപ്പോഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ആങ്ങളമാരും അമ്മച്ചന്മാരും കൂടെ ചേർന്നുകൊണ്ട് എന്റെ അസ്ഥികൾ ഓരോന്നോരോന്നായി ഓടിച്ചു. അങ്ങനെയാണ് ഞാൻ അകൽച്ചയുടെ വേദന ആദ്യമായിട്ട് അറിയുന്നത്. ആ പെണ്ണകന്നു പോയതിന്റെ വേദനയാണോ? പെണ്ണകന്നു പോയതിന്റെ അല്ല, അമ്മ ഓടിച്ച അസ്ഥികൾ ഓരോന്നും അകലിന്റെ ഒരു വേദന. എന്റെ പൊന്നു മോനെ, അത് നമ്മൾ സഹിക്കത്തില്ല. ആ ദിവസം ഞാൻ തീരുമാനമെടുത്തു, ഞാനൊരു അസ്ഥിരോഗ വിദഗ്ധൻ ആകുമെന്ന്. അത് മാത്രമല്ല, സാറിന് എല്ലിനോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് വണ്ടിയിൽ ഒട്ടിച്ചിരുന്ന എൽബോർഡ് പോലും ഇതുവരെ മാറ്റിയിട്ടില്ല.
മാത്രമല്ല, ഞാൻ വിരമിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. ഇന്ന് എല്ലാവർക്കും സ്വീറ്റ്സിന് വരെ എന്താ കൊടുക്കുന്നത്? എന്തുവാ? എല്ലും കപ്പയും. അതാണ് സാറിന് എല്ലിനോടുള്ള സ്നേഹം. അപ്പൊ എനിക്ക് പെട്ടെന്ന് സിസ്റ്ററെ, എന്റെ പൂ സഞ്ചി ഇവിടെ ഇരുന്ന് എന്തിയെ? പൂവോ? എന്റെ പൂ സഞ്ചി. പൂ നിങ്ങളവിടെ കൊണ്ടുവന്നില്ല? ഞാൻ പൂ സഞ്ചി കൊണ്ടുവന്ന് വരാൻ പറ. ഇവിടെ കൊണ്ടുവന്ന് പെണ്ണുമ്പളടുത്ത് വരാൻ പറ, നമുക്ക് നോക്കാം. നമുക്ക് അവരുടെ അടുത്ത് അതില്ല, ഞാൻ ചെല്ലാൻ പറ്റത്തില്ല അങ്ങോട്ട്. അയ്യോ, പെണ്ണുമ്പിള്ള വന്ന കാല് തല്ലി ഓടിക്കണ്ടേ? ഒരു മിനിറ്റ്, അവൾ വിളിക്കുന്നു. ഹലോ എടീ, മറ്റേ പൂവിന്റെ കാര്യം ചെറിയ വിഷയമായിട്ട് അത് മിസ്സായി പോയി. കുഴപ്പമില്ലല്ലോ. എന്താ പറഞ്ഞു? കുഴപ്പമില്ല, തൽക്കാലം പൂ കൊണ്ടില്ല. അവര് ചെമ്പരത്തി പൂ എല്ലാം തല വെച്ചോണ്ട് കളിക്കുവാ. അവർ അഡ്ജസ്റ്റ് ചെയ്തത് പൂ വേണ്ടെന്ന്. അയ്യോ, അങ്ങനെ അല്ലല്ലോ, വന്ന് കാല് തല്ലി ഓടിക്കുന്നല്ലേ പറഞ്ഞു? ഇല്ല, പൂ വേണ്ട. ഉറപ്പാണോ? പൂ വേണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയാം. എന്തുവാ? ഇയാൾ വന്നപ്പോഴേ കുറച്ച് പൂ കൊണ്ട് വന്നായിരുന്നു. കൊണ്ടുവന്നേ? ഞാനിതങ്ങ് എടുത്ത് മാറ്റി വെച്ചതാ വെറുതെ. പിന്നെ എന്തിനാ കള്ളം പറഞ്ഞേ? കള്ളം പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി. ആണല്ലോ. അപ്പൊ ഞാൻ ചെറുതായിട്ട് പറ്റിച്ച. എനിക്ക് കോളൊന്നും വന്നില്ലായിരുന്നു. എനിക്കറിയാം പൂ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അത് വാങ്ങിക്കാൻ കള്ളത്തരം പറഞ്ഞതാ. ഞാൻ ഒരു കാര്യം, ഞാൻ താമസിച്ചാലേ അവള് കൈകൊട്ടിക്കളി മാത്രമല്ല, അവള് കളരിയുടെ ആശാട്ടിയും കൂടെ. അവൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ മുട്ടുകാരെ തല്ലി ഓടിക്കും. തല്ലി ഓടിക്കും. അങ്ങനെ ഒരു കാര്യം പറ, എന്റെ കൈ ഓടിക്കണ്ട, കാല് മാത്രം തല്ലി ഓടിച്ചാൽ മതി. അതെന്താ? അങ്ങനെങ്കിലും എനിക്ക് 6000 തേക്കാമല്ലോ സ്വന്തമായിട്ട്. ഓരോരോ മനുഷ്യന്മാർക്ക് എന്തെല്ലാം തരം ആഗ്രഹങ്ങളല്ലേ. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യക്കാരെടുത്ത് ചോദിക്കാം. നസീർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? അത് ആഗ്രഹമല്ല, പുള്ളിയുടെ എന്താ ഒരു സ്വപ്നമാണ്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒന്ന് ഒരു നല്ല പേരുണ്ടാക്കി വെച്ചിട്ട് പോകുക, അല്ലെങ്കിൽ ഞാൻ തീർത്ത് വെക്കാനായിട്ട് വൈകിപ്പോയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ചെയ്തിട്ട് പോകുക എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം. നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഫിറോസൊക്കെ വന്നപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, നമുക്കവിടെ ആവശ്യം പുതിയ കണ്ടന്റും പുതിയ കൗണ്ടറുകളായിരുന്നു. നിങ്ങൾ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് നല്ല നല്ല കൗണ്ടറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കണ്ടന്റ് നല്ലതാണ്. ഹോസ്പിറ്റലൊക്കെ ഒരുപാട് നമ്മുടെ ഈ വേദിയിൽ തന്നെ വന്ന് പോയിട്ടുണ്ട്. അതിൽ ഈ അസ്ഥി വിഭാഗം, അതായത് ഓർത്തോയുടെ സെക്ഷൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതിന് ഇങ്ങനെ ഒരു കാരണവും കൂടെ ഉള്ളത് നല്ല രസത്തിൽ നിങ്ങളങ്ങ് ചെയ്തു. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഫിറോസിന് എന്തോ ഒരു വയ്യാഴിക പോലെ ഒരു ഊർജ്ജക്കുറവ് പോലെ ഫീൽ ചെയ്തു. എന്താ ഫിറോസേ? മൊത്തത്തിൽ ശബ്ദം വരെ ഒന്ന് ഡൗൺ ആയിട്ടാണ് പറയുന്നത്. കാര്യം സാധാരണ ഫിറോസിൻ്റെ ഒരു കളി എന്ന് പറഞ്ഞാൽ നല്ല പവറിൽ നിന്ന് കളിക്കുന്നത്. ഇതിലെന്തോ ഡോക്ടറായിട്ട് ഒരു സിസ്റ്ററാണ് അതുകൂടെ കൂട്ടി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല സാധനമായിരുന്നു. ഇതിനിടയിൽ ചെറിയ രീതിയിൽ നമ്മുടെ പഴയ കാലത്ത് മിമിക്രിയുടെ ടച്ചും ഒക്കെ വന്നുപോയി. എന്തായാലും നിങ്ങൾ ഈ വേദിയിൽ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി വരുന്നുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വേണ്ടത് ഇതാണ്. നമുക്ക് പുതിയ കണ്ടന്റുകൾ, പുതിയ ചിരികൾ, പുതിയ കൗണ്ടറുകൾ, അതൊക്കെയാണ് നമുക്ക് ആവശ്യം. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് വരുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ രോഗി അല്ലെങ്കിൽ ഡോക്ടർ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇവിടെ തന്നെ കുറേ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തത ഉള്ളൊരു കൗണ്ടറുകളും ഒക്കെ ആയിരുന്നത്. പിന്നെ ഈ ഓർത്തോ സംഭവങ്ങൾ അധികം വന്നിട്ടില്ല. നമ്മൾ നല്ല 3 പേര് നല്ല ഗംഭീരമായിട്ട് നല്ല കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ EMIയുടെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഡോക്ടർമാർ ഒരാളും ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ കരുതിയത് ആരെയോ പിടിച്ച് പേഷ്യൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇയാൾ തന്നെ വെറുതെ അവിടുത്തെ ആരെങ്കിലും. പക്ഷെ ഒരിക്കലും ഒരു കാറിൻ്റെ EMI അടക്കാനായിട്ട് വന്ന 2 പേരെ പിടിച്ച് അനസ്തേഷ്യ കൊടുത്ത് ഇട്ടാക്കണ നല്ല ബ്രില്യൻറ്റ് കൗണ്ടറായിരുന്നു കേട്ടോ. അത് പകരം അത് പിന്നെ വേറെ കാര്യമുണ്ട്. ഇവിടെ ഓപ്പറേഷൻ അത് ഒരെണ്ണം കൂടി തികച്ചാൽ 6000 ആവുള്ളൂ. എന്നിട്ട് അപ്പുറത്തെ ഡോക്ടറെ ഹോസ്പിറ്റലിൽ വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഗംഭീരമായിരുന്നു കേട്ടോ. എന്തോ സാധനങ്ങൾ മറിച്ചെടുക്കൂലേ, ഒരു 2 ദിവസമൊക്കെ ഒന്ന് മറിക്കാൻ പറ്റുമോ എന്ന് ഒരാളെ 2 പേരെ ഒന്നും ഇങ്ങോട്ട് മറിക്കാൻ പറ്റുമോ? അതൊക്കെ എന്തോ ബിസിനസ്സൊക്കെ നടക്കണ പോലെ അങ്ങനെ കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അനിൽ വരണ സംഭവം അതൊരു ഗംഭീര സാധനം. അതിൻ്റെ മ്യൂസിക്കും നമ്മുടെ നാഗവല്ലി വരണ സംഭവം, ആ സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര രസമായിരുന്നു. അനിലിൻ്റെ നല്ല രസമുള്ള ശബ്ദം കേട്ടോ, കോമഡി. എനിക്ക് തോന്നി കോട്ടയം സോമരാജ് ചേട്ടനൊക്കെ വന്ന് നിൽക്കണ പോലെ അതുപോലെ കളിയും ഭയങ്കര ഒരു വ്യത്യസ്തത ഉള്ളൊരു കളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് നസീർക്ക് പറഞ്ഞിട്ട് ഒരു പഴയ സാധനവും പുതിയ ഇവിടെ വേണ്ട സാധനം കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിച്ചങ്ങോട്ട് പൊളിച്ച്. ബിജു ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ, ഉഗ്രം സാധനമായിരുന്നു. കുറേ സാധനം ആ പൂവെടുത്ത് മാറ്റുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ 6000 തികയ്ക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കാലം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എൻ്റെ കൈ 2 തല്ലി ഓടിക്കണ്ട, കാരണം ഇങ്ങനെ ഇരുന്ന് പ്ലാസ്റ്റർ ഇടാമല്ലോ. അത് ഗംഭീര ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. നല്ല തമാശവൽക്കരിച്ച് നല്ല ഗംഭീരമായിട്ട് 3 പേരും അവതരിപ്പിച്ചിട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേച്ചി ഗംഭീര പെർഫോമൻസ്. 2 ജഡ്ജസും പറയാനുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞു. പക്ഷെ അത് തന്നെയാണ് സത്യം. ബ്രില്യൻറ്റ് തീം, നല്ല രസമായിട്ടുള്ള ഒരു ഫുള്ളി ആക്റ്റീവ് സ്കിറ്റ്.
തുടക്കം മുതൽ അവസാനം വരെ വളരെ ബ്യൂട്ടിഫുള്ളി സ്ക്രിപ്റ്റഡ്. അതുപോലെ ഈ പറഞ്ഞ പോലെ സ്വന്തം കാല് തല്ലി ഓടിച്ചാണെങ്കിലും ആ ഒരു നമ്പർ തികയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരു ചെറിയ OCD ഉള്ള സാധനം അത് അല്ലേ. ഒരു 99 പോയി നിർത്തിയിട്ട് അയ്യോ അപ്പോൾ പിന്നെ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ അപ്പോൾ ആ തീം തന്നെ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം. അതുപോലെ അവസാനം ഇനി എൻ്റെ സ്വന്തം കാലാണെങ്കിൽ പോലും എൻ്റെ കൈ മാത്രം ഒന്ന് വെറുതെ വിട്ടേക്കണേന്ന് പറയുന്ന ആ തുടക്കവും അവസാനവും വരെയുള്ളതും ഭയങ്കര നല്ല പെർഫോമൻസസ് ആയിരുന്നു. പിന്നെ ഒട്ടും ബിജു എന്ന് വിളിക്കാൻ തോന്നില്ല കേട്ടോ, എനിക്ക് സിസ്റ്റർ എന്ന് വിളിക്കാൻ തോന്നുന്നുള്ളൂ. അത്ര ഗംഭീര ആ ക്യാരക്ടർ ആയിരിക്കുകയാണ്. ആ ബിഹേവിയറും ആ ടോണും സംസാരിക്കുന്ന സ്റ്റൈലും നടത്തവും എല്ലാം ഭയങ്കര രസകരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് ചിരിക്കാനുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ആ പറഞ്ഞ പോലെ EMI വാങ്ങാൻ വന്ന ആൾക്കാരെ അനസ്തീസിയായിട്ട് കിടത്തിയതും എല്ലാം വളരെ ലൈവായിരുന്നു. ബ്യൂട്ടിഫുൾ പെർഫോമൻസസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലാഗ് എവിടെയും ഫീൽ ചെയ്യാത്ത വിധത്തിൽ ശരിക്കും ഒരു സിനിമാറ്റിക് സീൻ കണ്ട ഇഫക്റ്റ് ഉണ്ടായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കമന്റ്സ് കേട്ടു. ഇനി നമുക്ക് എത്രയാണ് മാർക്ക് എന്നറിയാം. ലെന ചേച്ചി തന്നെ തുടങ്ങാം. ചേച്ചി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ 15 തരുന്നു. ഓക്കെ, 15,000 15,000. ഞാനൊരു 2,000 രൂപ കൂടെ കൂടി ഒരു 17,000 രൂപ തരിക. 32,000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. ബിജുകുട്ടൻ ചേട്ടൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ ബാക്കി ഞാൻ അയക്കാൻ പിടിച്ചോ. 65,000. നോട്ട് ബാഡ്, അടിപൊളി. അപ്പൊ എന്തായാലും അടുത്ത തവണ വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് പഞ്ചടിക്കാം കേട്ടോ. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചിരി എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല സ്കിറ്റുകൾ ഉണ്ടായിരുന്നു, നല്ല നല്ല സ്പെഷ്യൽ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. ഓഡിയൻസ് എൻജോയ് ചെയ്തില്ലേ? കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? അപ്പൊ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ എൻജോയ്മെന്റുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.